അത് നമുക്ക് തരണ്ടല്ലേ ചേച്ചി സാമ്പാർ ലീഫ് വേക്കാം ലീഫ് വേണം അടിച്ചു മാറ്റാം ഞാൻ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബാംഗ്ലൂർക്കാണ് പോണത്. അവിടെ എന്താണ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 13 ഇന്നത്തെ ദിവസം. നവംബർ 14 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അങ്ങനെ ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ മച്ചാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഡാ, നമുക്ക് പോവാം. ഹായ്, നമ്മുടെ ശകടം. ഞങ്ങളവിടെ നിന്ന് നേരെ പോയതൊരു പൂ മാർക്കറ്റിലേക്കാണ്. വേറൊന്നുമല്ല, അവിടെ നിന്നൊരു റോസാപ്പൂ കൊടുക്കാനായിട്ട് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അവൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഞാനിപ്പോൾ ഒരു പൂ കൊടുക്കുന്നുള്ളത്. അപ്പം നമുക്ക് അവളെ ഒന്ന് ജസ്റ്റ് സർപ്രൈസ് ചെയ്യാം. നമ്മളാണെന്നുണ്ടെങ്കിൽ അവക്കൊരു പൂ കൊടുക്കാൻ നേരത്ത് പൂ നോക്കി വന്നിട്ട് ഇവിടെയൊന്നും റോസാപ്പൂ കിട്ടാനില്ല, എല്ലാം കട്ട് ചെയ്തിട്ടേക്കുക. അപ്പൊ ഇനി ഒരു റോസാപ്പൂ കണ്ടുപിടിക്കണമല്ല, അതിനായിട്ട് ഞാൻ വഴി വെച്ചു. അവിടെ ഉണ്ടോ? എവിടെ ഉണ്ട്? അപ്പുറത്തുണ്ടോ? അങ്ങനെ നമുക്ക് പൂ കിട്ടിയിരിക്കുകയാണ്. അത് പക്ഷെ ഒരു രസമില്ല, വിടരാത്ത വരും. ഞാൻ നോക്കിയെടുക്കണം, അധികം വിടരാത്ത ഇടാം. ഇല്ലെങ്കിൽ ബാഗ് വെക്കും പോവും. എല്ലാം സെയിം. എന്നാ റെഡ് എടുത്താലോ? ഞാൻ നോക്കാം ഒരു മിനിറ്റ്. അങ്ങനെ നമുക്ക് റോസാപ്പൂ കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ എന്ത് പറയുന്നു? ലീഫ് വേക്കാം ലീഫ് വേണം. ബീഫ് ഇരിക്കട്ടെ. നീ എന്നോട് എന്തിനാണ് കന്നഡ പറയണത്? ബീഫ് ഇരിക്കട്ടെ. അങ്ങനെ കുറേയധികം സമയം നമ്മൾ ചുറ്റി നടന്നിട്ടാണ് ഈ ഒരു റോസാപ്പൂ കിട്ടിയത്. ഇത് നമുക്ക് കൊടുക്കാം. എന്താണ് അവളുടെ റിയാക്ഷൻ എന്ന് അറിയാലോ. ചെരുപ്പുണ്ട്. നമുക്ക് തരണ്ടല്ലേ? ഒരു ഹഗ് കൊടുക്കാറുണ്ട്. കുളിച്ചതാ ആദ്യം വന്നതാ. നമുക്ക് തിരിച്ചു കൊടുത്താലോ? തിരിച്ചു കൊടുക്കാം കഴിഞ്ഞ് പൂക്കടെ കൊണ്ട് തിരിച്ചു കൊടുക്കാം. A few minutes later. മമ്മി തന്ന ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ആരെ കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഡോൺ. ആ ഡോൺ അല്ല, ഇവന്റെ പേര് ഡോൺ. ആള് പാവ. ഇത് ലോണ്ടിരിക്കുന്നതിന്റെ കെട്ടിയോൾ, അപ്പുറത്തിരിക്കുന്നതിന്റെ മച്ചൻ, അപ്പുറത്തിരിക്കുന്ന കിങ്ങിണി. ഇതെന്റെ മമ്മി. ചപ്പാത്തി വേണോ? അപ്പൊ മമ്മി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആന്റിയാണ്. ഹായ്, കിങ്ങിണിയുടെ അമ്മയാണ്. ഇത് ഞാൻ കുറച്ചു മുമ്പ് കൊടുത്ത പൂവ് കുപ്പിക്കകത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഓർമ്മക്കായിട്ടാണ് ആന്റി, ഞങ്ങളുടെ ഓർമ്മക്കായിട്ടാണ്. ഞങ്ങളുടെ ഓർമ്മയ്ക്കാണ്. എത്രത്തോളം ഇരിക്കും അത്രത്തോളം ഞങ്ങൾക്ക് ഓർക്കാം.
അപ്പൊ അത് വാടിപ്പോയല്ലോ. ഇന്ന് വ്ലോഗ് മൊത്തം മമ്മിയായിട്ടാണ്. അപ്പൊ അതേ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുവാണ്. അപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഹയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നേഹ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഹ ആരാണ് പറ? നമ്മുടെ അനിയത്തിയാണ്. അവൾ ഒരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവൾക്കൊരു സർപ്രൈസ് കൊണ്ട് തന്ന്. സർപ്രൈസ് എന്ന് വെച്ചാൽ അവൾ സർപ്രൈസ് ആയിട്ട് വന്നു വീട്ടിലേക്ക്. അപ്പോൾ ഞാനും അവളും കൂടി പ്ലാൻ ചെയ്തൊരു സർപ്രൈസ് ഇവൾക്ക് കൊടുത്തു. ഇവള് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇവള് കുളിച്ചിട്ട് വന്നപ്പോഴും നേഹ വീട്ടിലിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം അവൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഡ്യൂട്ടി ഒന്നുമില്ല, ഇവിടെ ഉണ്ടാവും, ഹോസ്റ്റലിലുണ്ടാവും. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് ചെയ്തിട്ടൊരു സർപ്രൈസ് വിസിറ്റ് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. എന്തായിരിക്കും അവളുടെ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ചിലപ്പോൾ സാധാരണ പോലെ ആയിരിക്കും. ഞാൻ നിങ്ങൾ വന്നോ എന്നുള്ളൊരു മൈൻഡായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നിൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് അവിടെ വിളിച്ചു നോക്കാം, ചെന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പം ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഇവരോട് ചോദിച്ചു ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അവളാ മാളിലാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മള് വന്നത് ഞാൻ ആന്ധ്രയിലാന്നാ പറഞ്ഞത്. നമ്മളിപ്പോ ഇവിടെ ഹോസ്പിറ്റലിലുള്ള ഹോസ്റ്റലിന്റെ അവിടെ എത്തി. പക്ഷെ അവളവിടെ ഇല്ല. അവള് ഏതോ ഒരു മാളിൽ പോയൊക്കെയാണ്. അപ്പൊ മാള് നമ്മള് നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ അങ്ങോട്ട് പോകും. അവള് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. ഫോൺ വിളിച്ചപ്പോഴും ചോദിച്ചു ഇവിടെ വന്നാന്ന്. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞ് നൈസായിട്ട് വെച്ചേക്കണം. അപ്പൊ ഇനിയിപ്പോ അവിടെ പോയി നോക്കാന്നുണ്ട്. അങ്ങനെ മാളിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ ഫുഡ് കോർട്ട് മാത്രമേ ഉള്ളൂ. അവൻ പറഞ്ഞില്ല എന്തായാലും ഫുഡ് കോർട്ടിലാണ് ആളിരിക്കണം. ഫുഡ് കഴിക്കാൻ വന്നത്. 6 hours later. ചേച്ചി സാമ്പാർ. പപ്പടം എടുക്കാൻ വന്നു. അയ്യോ പറഞ്ഞു എനിക്ക് നാണം വരുത്. ഇവിടെ ചേച്ചിനെ കെട്ടി പിസേടാ ഹോസ്റ്റലിൽ നമ്മൾ ബാക്കി വന്ന ചില്ലി ഫ്ലേക്സ് ഒക്കെ അടിച്ചോണ്ട് പോകും. ഒരു മൂന്നാലുണ്ട്. പോകാം. അത് ആരും അറിയില്ല മല്ലയ്യ. കിട്ടി. കള്ളി കാട്ടിച്ചു മാറ്റും. അടിച്ചു മാറ്റാം. ഞാൻ മേടിച്ച പിസ്സയ്ക്ക് ഒരു ഇച്ചിരി എക്സ്ട്രാ എടുത്തായിരുന്നു. അത് ഞാൻ എടുത്ത് ബാഗ് വെച്ചു. അതിപ്പോ വലിയ കാര്യമാണ്. അപ്പൊ ഇത് വീഡിയോ ചെയ്തില്ല. പിസ്സ ഞാൻ ഒറ്റക്ക് വന്നോ? ചേട്ടാ വാ അങ്ങോട്ട്. അവിടെ പോയി പാർക്ക് ചെയ്യാം സൈഡില്. ഞങ്ങൾ നടക്കാം. പോട്ടെടാ കുട്ടാ. ഞങ്ങള് പോകണ്ട. ഞങ്ങള് പോകുന്നു. ടാറ്റ. ഞാൻ കരയത്തൊന്നുമില്ല. പിന്നെ ഞാൻ കരയാൻ തന്നെ. പക്ഷെ എന്നാലും ഒരു വിഷമം. വന്നതൊരു സർപ്രൈസ് ആണെങ്കിലും എന്താ ഒരു ചെറിയ വിഷമം. ചേച്ചി കരയോ? ചേച്ചി ഞാൻ എന്തിനാ കരയുന്നത്? എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. ഇച്ചിരി മുമ്പ് ഇച്ചിരി നേരം ആരോ കുറച്ച് മുമ്പ് ഓട്ടോയിൽ കയറിയപ്പം പറഞ്ഞു എനിക്ക് വിഷമാവുന്നുണ്ടെന്ന്. എനിക്ക് എല്ലാരെയും മിസ് ചെയ്യാനുണ്ടെന്നാ ഞാൻ തന്നെ. എനിക്ക് നിന്നെ, ബ്ലസ്സിനെ, ശ്രീയുക്തേനെ ഭയങ്കര രസം, ഹർഷിതേനെ, പിന്നെ
സഫ സഫ നമ്മുടെ ഹോസ്റ്റൽ എടാ. പക്ഷെ നമ്മളെ അപർണ ചേച്ചി നമ്മളെ ഹോസ്റ്റലില് ആ ഒരു വൈബ്. അതില് ഞാനും ഉണ്ട്. അതെ ഇയാളും ഉണ്ട്. അതെ, ഇടയ്ക്ക് കുറെ വഴക്കും. അതല്ല വഴക്കാ, വീഡിയോ കോൾ തന്നെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഇപ്പോഴും ഉണ്ട്. നമ്മൾ 5 പേരും ഒരു സ്നേഹയുടെ കുറെ ഉണ്ട്. എന്നെയാണെങ്കിൽ വിളിച്ച് 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 എല്ലാ തെളിവുകളും ഇനി എല്ലാത്തിനും തെളിവ് ഞാനായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സമാധാനം പുറത്ത്, പീസ് ഔട്ട്. അപ്പം നെക്സ്റ്റ് ഡേ എല്ലാവർക്കും അറിയാം നമ്മുടെ ആനിവേഴ്സറി ആണ്. അപ്പോൾ ആ വീഡിയോ ആരും മിസ് ചെയ്യരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.